തിരുവനന്തപുരം നഗരൂരിലെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. 10 പേർ കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രിയാണ് സംഘർഷമുണ്ടായത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈൽ ആണെന്ന് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ പറഞ്ഞു. ഈ നഗരൂരിലെ ആലിൻമൂട്ടിൽ വെച്ച് 30-ലധികം വരുന്ന ഗുണ്ടാ സംഘം കടന്നു വന്ന് വടിവാളും ദണ്ടുകളും ഇരുമ്പ് കമ്പിയും പൈപ്പുകളും മുളകുപൊടിയുമൊക്കെയായി കടന്നു വന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. അതിലൊന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സുഹൈൽ ബിൻ അൻവർ, അതിൻ്റെ മണ്ഡലം പ്രസിഡന്റായും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായും പ്രവർത്തിക്കുന്ന സുഹൈലിൻ്റെ നേതൃത്വത്തിലുള്ള 30-അംഗ സംഘമാണ് മാരകായുധങ്ങളുമായി നഗരൂരിലെത്തിയത്. അഖിൽ ഷാ അൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നമ്മൾ പറയുന്നത് പോലെ ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘർഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടക്കുന്നത്. നേരത്തെ തന്നെ നടന്ന ഒരു പ്രാദേശികമായ തർക്കത്തിന് പിന്നാലെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യം ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ആലിൻമൂട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഈ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും അവിടെ നിന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവരെ നേരിടുകയും അതിനുശേഷം ഈ 3 പേർ, അതായത് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചു പോവുകയും 20ഓളം പേരുമായി തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ എഫ്ഐആറിൽ ഉൾപ്പെടെ പറയുന്നത്. ഈ 20 പേരാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ 7ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും വലിയ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ എല്ലാവരും, ഈ 7 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ 4 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ 10 പേരടക്കം നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്.